പാലക്കാട് ഉണ്ടാവോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ തൽക്കാലം പറഞ്ഞു കഴിഞ്ഞു. അല്ല, പാലക്കാട് ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ ഈ കോടതിയിലേക്ക് നിൽക്കുകയാണ് മുൻകൂർ ജാമ്യം. ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി, ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോ പറയാനില്ല. കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല എന്നാണ്. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങളിൽ ഒഴിഞ്ഞു മാറുകയാണ്. പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് കാണുന്നത്? അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നോ? രാഹുൽ ആ നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പാർട്ടിയിൽ വലിയ വിശ്വാസമൊക്കെ അർപ്പിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് ഇപ്പോ പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ രംഗത്ത് വന്നത്. താങ്കൾക്ക് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ലേ? രാഹുൽ മുങ്ങി എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു. രാഹുൽ ഒളിവിലായിരുന്നു എന്നാണ് പറയുന്നത്. വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല പാലക്കാട് എം എൽ എ. ഒന്നിനും ഇനി ഇനി മാധ്യമങ്ങളോട് പ്രതികരണം ഇല്ല എന്നുള്ളതാണ്. അതായത് കേസ് തീരുന്നവരെ പ്രതികരണം ഇല്ല എന്നാണ് ഈ വിഷയത്തിൽ. പാലക്കാട് തുടരും എന്താ നീക്കം? സ്വാഭാവികമായിട്ടും വോട്ടർമാർക്ക് അറിയാനുള്ള ഒരു അവകാശമില്ലേ? ഇനി എവിടേക്കാണ് ഉണ്ടാവുക? ഇവിടെ തന്നെ MLA എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമായിട്ട് പാലക്കാട് തുടരും പൂർണ്ണമായിട്ടും. അങ്ങനെയാണോ? ഫോട്ടോ ചെയ്തോ? ഞങ്ങളുടെ